ഹായ് മക്കളെ, ഇത് യദു സാറാണ് വിന്നേഴ്സ് കോച്ചിങ് സെൻറ്ററിൽ നിന്ന്. സോ നമ്മളപ്പോൾ ഇന്ന് CBSE +1 ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാണ് വിത്ത് ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പം നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ 10th കഴിഞ്ഞ് +1ലേക്ക് വന്നിട്ട് ഏറ്റവും ഫസ്റ്റ് ചാപ്റ്ററാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫിസിക്സിൻ്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ഫിസിക്സ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ബയോളജി ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയാം ഇറ്റ് ഈസ് സ്റ്റഡി അബൌട്ട് ലിവിങ് തിങ്സ് ആണ്. കെമിസ്ട്രിയിൽ നമ്മൾ ഇക്വേഷൻസും ആറ്റംസും മോളിക്യൂൾസ് ഒക്കെ ഡിസ്കസ് ചെയ്യുക. നോ ഫിസിക്സിലേക്ക് വരുമ്പോൾ ഫിസിക്സിൽ എന്താ നമ്മൾ ആക്ച്വലി ഡിസ്കസ് ചെയ്യുന്നത്? ഇതൊരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യനാണ്, കാരണം പെട്ടെന്ന് എല്ലാവർക്കും ഒരു ആൻസർ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ബട്ട് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതൊരു വാസ്റ്റ് ആയിട്ടുള്ള സയൻസാണ്. ഫിസിക്സ് ഈസ് ആക്ച്വലി സ്റ്റഡി ഓഫ് ദി യൂണിവേഴ്സ്. നമ്മളുടെ യൂണിവേഴ്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് ഫിസിക്സ്. അപ്പോൾ യൂണിവേഴ്സിനെ പറ്റിയുള്ള സ്റ്റഡി എന്ന് പറയുമ്പോൾ എല്ലാം ആക്ച്വലി എന്തിൻ്റെ അണ്ടറിൽ വരും? ഫിസിക്സിൻ്റെ അണ്ടറിൽ വരും. അപ്പം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ എന്തിനെല്ലാം ഫിസിക്സിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്നുള്ളതാണ്. ശരിക്കും ഫിസിക്സിൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തുക, അപ്പോൾ ഫിസിക്സിനൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഇത്തിരി ഡിഫിക്കൽട്ടാണ്. പക്ഷേ നമുക്കത് വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്യാം ഇങ്ങനെ. അതായത് എനിത്തിങ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് കംസ് അണ്ടർ ഫിസിക്സ്. അതായത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നതെല്ലാം എന്തിൻ്റെ അണ്ടറിൽ വരും? ഫിസിക്സിൻ്റെ അണ്ടറിൽ വരും. അപ്പോൾ മെഷർ ചെയ്യാൻ പറ്റാത്തതൊക്കെ എന്ത് ചെയ്യും? ഫിസിക്സിൻ്റെ പുറത്തും പോകും. അപ്പോൾ ഫിസിക്സിനെ ഡിഫൈൻ ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ. സോ അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് എന്ത് വയ്ക്കുന്നത്? യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. സോ മെഷറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഫിസിക്സിൻ്റെ അണ്ടറിലേക്ക് വരുമ്പോൾ എങ്ങനെ നമ്മളിത് മെഷർ ചെയ്യാം എന്നുള്ളത് പഠിക്കണ്ടേ? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്, യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ. നൗ ഈ നേരത്തെ പറഞ്ഞ പോലെ മെഷർ ചെയ്യാൻ പറ്റാത്തത് ഫിസിക്സിൻ്റെ പുറത്തേക്ക് പോവുമെങ്കിൽ എന്തൊക്കെയായിരിക്കും അത്? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളുടെ ഫീലിങ്സ് അത് എവിടെയാണ് പോവുക? സൈക്കോളജിയിലാണ് പോവുക. നമ്മളുടെ ബിലീഫ് സിസ്റ്റംസ് അതെവിടെയാണ് പോവുക? തിയോളജിയിലാണ് പോവുക. ഫിസിക്സ് എന്ന് പറയുമ്പോൾ അവിടെ എന്താ? നമ്മൾ പ്യുവർലി സയൻറ്റിഫിക് എക്സ്പെരിമെൻസിനെയൊക്കെ ബേസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഡാറ്റ അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിസിക്സിലെ ലോസും തിയറംസും എല്ലാം ക്രിയേറ്റ് ചെയ്യുക. അപ്പം മെഷർ ചെയ്യാൻ പറ്റണം. സോ ഇങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ എല്ലാം മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഫീലിങ്സ്, ബിലീഫ് സിസ്റ്റം ഇതൊന്നും മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സോ അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഫിസിക്സിൽ ഒരു പേര് വിളിക്കും. ദേ ആർ നോൺ ആസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ദ ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി മെഷേർഡ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. മെഷർ ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്ട്ലി മെഷർ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഇൻഡയറക്ട്ലി എന്തെങ്കിലും ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് വെച്ചിട്ടായാലും മെഷറബിൾ ആയാൽ മതി. സോ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. സോ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുക. സോ ആക്ച്വലി ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് രണ്ട് ടൈപ്പ് ഉണ്ട്. ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അവർ നമ്മളൊരു പേരും കൂടി വിളിക്കും. ദേ ആർ ഓൾസോ നോൺ ആസ് ബേസ് ക്വാണ്ടിറ്റീസ്. ആൻഡ് സെക്കൻഡ് ടൈപ്പാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. സോ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് നോക്കാം. അപ്പം ഒന്നുകൂടെ റിമെമ്പർ ചെയ്യാണ്, എന്തായിരുന്നു ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്? ക്വാണ്ടിറ്റീസ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ആണ് ആക്ച്വലി എന്ത്? ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിൽ ഫസ്റ്റ് ടൈപ്പാണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ്. ഫണ്ടമെൻ്റൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. ഈ ക്വാണ്ടിറ്റീസ് എന്ത് ചെയ്യില്ല? വേറൊരു ക്വാണ്ടിറ്റീനെ ഡിപ്പെൻഡ് ചെയ്യില്ല, ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ദാറ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. നമ്മൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആ സെയിം ക്വാണ്ടിറ്റി വെച്ചിട്ട് മാത്രം നമ്മൾ ഇവർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ക്വാണ്ടിറ്റി വെച്ചിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. നൗ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന യൂണിറ്റ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബേസ് യൂണിറ്റ്സ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ലെങ്ത്ത്, മാസ്, ടൈം ഇതൊക്കെ എന്താണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പം പിന്നെയും ഡൗട്ട് വരും ഒന്നും കൂടെ, എന്താ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന്. അതായത് ഫോർ എക്സാമ്പിൾ ലെങ്ത്ത് ഒരു ക്വാണ്ടിറ്റിയാണ്. ഈ ലെങ്ത്ത് എന്ന് പറഞ്ഞൊരു ക്വാണ്ടിറ്റീനെ എനിക്ക് വേറെ ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ലെങ്ത്ത് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിനെ വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീനെ വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ അത് ലെങ്ത്ത് മാത്രമാണ്. ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ടൈം മാത്രമാണ്. വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് ടൈമിനെ എനിക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. മാസും അതുപോലെ തന്നെയാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസാണ്. ഇത്തരം ക്വാണ്ടിറ്റികളെയാണ് ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ ബേസ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. പക്ഷെ നേരെ മറിച്ചിട്ട് അതർ ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെലോസിറ്റി.
ഈ വെലോസിറ്റി എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റീനെ നമ്മൾ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ നമ്മളെല്ലാവരും പഠിച്ചിട്ടില്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ് അല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന ഇക്വേഷനാണ്. ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം എന്ന് പറഞ്ഞാൽ വേറെ രണ്ട് ക്വാണ്ടിറ്റീസ്, അതിൽ ടൈം എന്ത് ക്വാണ്ടിറ്റിയാണ്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയും വേറൊരു ക്വാണ്ടിറ്റിയും വെച്ചിട്ട് എനിക്ക് വെലോസിറ്റീനെ എന്ത് ചെയ്യാം? റെപ്രസെൻ്റ് ചെയ്യാം. സോ ഇങ്ങനെ മറ്റ് ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ക്വാണ്ടിറ്റീസ് വിച്ച് ക്യാൻ ബി ഡിറൈവ്ഡ് ഫ്രം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ്. ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ആൻഡ് അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കുക. ഇപ്പോൾ വോളിയം, വെലോസിറ്റി, ഫോഴ്സ് ഇതൊക്കെ എന്താണ്? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. അപ്പം ഇങ്ങനെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വേറൊരു ഡൗട്ട് വരും. അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ടൈമിനെ ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം ടൈമിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ത് വരും? ടൈം ഈസ് ഈക്വൽ ടു ആൻഡ് വെലോസിറ്റിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി. ടൈമിന് എനിക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി എന്ന് എഴുതാം. അപ്പം സാർ ഈ ടൈമിനെ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും വെച്ച് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നില്ലേ? പിന്നെ എങ്ങനെയാണ് ടൈം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആവാമെന്നൊരു ഡൗട്ട് വരും. അപ്പോൾ നിങ്ങൾ ഓർക്കണം, ഡെഫിനിഷനിലേക്ക് ഒന്നുകൂടി പോകണം. ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ബേസ് ക്വാണ്ടിറ്റീസ്, ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ്. ദേ കനോട്ട് ബി റെപ്രസെൻറ്റഡ് ബൈ യൂസിങ് അനദർ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി. ഇതിനെ വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഡിസ്പ്ലേസ്മെൻറ്റ് വെലോസിറ്റി എന്നൊക്കെ പറയുന്നത് എന്താ? ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസാണ്. വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല ടൈമിനെ. സോ അതുകൊണ്ടാണ് ഇവരെന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി എന്ന് വിളിക്കുന്നത്. വേറെ ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഈ വെലോസിറ്റീനെ ഡിഫൈൻ ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ടൈം യൂസ് ചെയ്യണം. ഇപ്പോൾ ടൈമിനെ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റിയും വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, ഓക്കെ. പക്ഷേ അതിലെ വെലോസിറ്റീനെ പിന്നെയും റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ടൈം പിന്നെയും യൂസ് ചെയ്യേണ്ടി വരും. എന്ന് പറഞ്ഞാൽ വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ചിട്ട് ടൈമിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല. സോ അതുകൊണ്ടാണ് ഇതിനെന്തെന്ന് വിളിക്കുന്നത്? ഫണ്ടമെൻ്റൽ എന്ന് വിളിക്കുന്നത്. അതായത് ഇപ്പം ഒരു എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. സപ്പോസ് നമ്മളൊരു ബ്രിക്സ് വെച്ചിട്ട് ഒരു ബിൽഡിംഗ് പണിയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ബ്രിക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന ഓവറോൾ സ്ട്രക്ചറാണ് നമ്മൾ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ്. വേറാസ് ആ ബ്രിക്സ് ആണ് എന്ത്? നമ്മളെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആയിട്ട് വരാം. സോ ഇതാണ് വ്യത്യാസം. ആൻഡ് ഈ ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സിനെ നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ആൻഡ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് എന്ന് വിളിക്കും അക്കോർഡിംഗ്ലി. നൗ എന്തുകൊണ്ട് ടൈം ഫണ്ടമെൻ്റൽ ആവുന്നു? സോ നമുക്ക് ടൈമിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ലെങ്തോ മാസോ ടെമ്പറേച്ചറോ ഒന്നും യൂസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റില്ല? റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ ടൈം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താണ്? ടൈമാണ്. നിങ്ങൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതല്ലേ, സമയം എത്രയായി, സമയം ഇത്ര മണിയായി, ഇത്ര സമയമായി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകണം എന്നൊക്കെ. സോ എന്താ ടൈമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി സാറ് പറയുന്നതാ. എന്താ ടൈമെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ആണെന്ന് പഠിച്ചു, പക്ഷേ വാട്ട് ഈസ് ടൈം എന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? സോ ടൈം എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അത് മെഷർമെൻറ്റ് ഓഫ് ഡ്യൂറേഷൻ ബിറ്റ്വീൻ രണ്ട് ഇവൻറ്റ്സ്. രണ്ട് ഇവൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഡ്യൂറേഷൻ്റെ മെഷർമെൻ്റ് ആണ് ആക്ച്വലി എന്ത്? ടൈം. അതെന്താ? ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സൺ സെറ്റ് ചെയ്യുന്നതിൻ്റെയും റൈസ് ചെയ്യുന്നതിൻ്റെ ഇടയിലുള്ള ഡ്യൂറേഷൻ രണ്ട് ഇവൻറ്റ്സ് ആണ്. അതിൻ്റെ ഇടയിലുള്ള ഡ്യൂറേഷനാണ് എത്ര? 12 hours. എർത്ത് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ഡ്യൂറേഷൻ 24 hours. എർത്ത് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ എത്രയാ? 1 year. സോ ഇങ്ങനെ രണ്ട് ഇവൻറ്റ്സിൻ്റെ ഇടയിലുള്ള ഡ്യൂറേഷനെയാണ് നമ്മൾ ആക്ച്വലി എന്തെന്ന് വിളിക്കുക? ടൈം എന്ന് വിളിക്കുക. ആൻഡ് അതേപോലെയുള്ള വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ് മാസ്. സോ മാസ് നിങ്ങൾ എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുക വെയിറ്റ് വെച്ചിട്ടാണ്. അതായത് നമുക്ക് രണ്ട് ക്വാണ്ടിറ്റി അറിയാം. നമ്മൾ പറയില്ല നമ്മുടെ വെയിറ്റ് ഇത്ര കിലോഗ്രാമാണ്, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന് വെയിറ്റ് ഉണ്ട്, മാസ് ഉണ്ട്, സെയിം ആണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ബട്ട് മാസും വെയിറ്റും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ക്വാണ്ടിറ്റീസാണ്. മാസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി എമൗണ്ട് ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ എ ബോഡി. ഒരു ബോഡിയിലുള്ള മാറ്ററിൻ്റെ അളവിനെയാണ് എന്തെന്ന് വിളിക്കുക? മാസ് എന്ന് വിളിക്കുക. അതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. വേറാസ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു മാസമുള്ള ഒരു ഒബ്ജക്റ്റുമേ ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വെയിറ്റ്. അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ഗ്രാവിറ്റിയാണ്. അതിൻ്റെ ആക്ച്വലി SI യൂണിറ്റ് എന്താ? ന്യൂട്ടണാണ്. അപ്പോൾ നമ്മളൊരു വെയിങ് സ്കെയിലിൽ കയറി നിന്നിട്ട് മെഷർ ചെയ്യുമ്പോൾ
നമ്മൾ ആ വെയിൻ സ്കെയിലിൽ മുകളിൽ കയറി നിൽക്കുമ്പോൾ ഗ്രാവിറ്റി, എർത്തിൻ്റെ ഗ്രാവിറ്റി നമ്മൾ എന്ത് ചെയ്യും, താഴത്തോട്ട് പിടിച്ച് വലിക്കും അല്ലേ. സോ അങ്ങനെ പിടിച്ച് വലിക്കുന്ന സമയത്ത് അവിടെ ആക്ച്വലി കിട്ടുന്നത് എന്താ, നമ്മളെ വെയിറ്റ് ആണ്. പക്ഷേ അതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത്, അതായത് വെയിറ്റിനെ 9.8 വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, മാസ് കിട്ടും. സോ അങ്ങനെയാണ് നമ്മളതിൽ 76 കിലോഗ്രാം 86 കിലോഗ്രാം എന്നൊക്കെ മാസമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. പക്ഷെ മെഷർ ചെയ്യുന്നത് അവിടെ എന്താണ്, വെയിറ്റ് ആണ്. സോ മാസ് എന്ന് പറഞ്ഞാൽ എം ആണ്, കിലോഗ്രാം ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ള യൂണിറ്റ്. ബട്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ ഫോഴ്സ് എഫ് ഈക്വൽ ടു എം എ ആണ്. ബട്ട് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു എക്ക് പകരം എന്ത് ചെയ്യും, ഗ്രാവിറ്റി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ആയതുകൊണ്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി യൂസ് ചെയ്യും. ഇതാണ് എന്തിൻ്റെ ഇക്വേഷൻ, വെയിറ്റിൻ്റെ ഇക്വേഷൻ. സോ രണ്ട് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റികളെ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളൂ, മാസും ടൈമും. നൗ ഇതേപോലെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള മൂന്നാമത്തെ ക്വാണ്ടിറ്റിയാണ്. ആക്ച്വലി 3 ക്വാണ്ടിറ്റീസാണ് ഏറ്റവും ബേസിക്, ഏറ്റവും ഫണ്ടമെൻ്റൽ, ലെങ്ത്ത്, മാസ്, ടൈം, ഇനീഷ്യലി നമ്മൾ പഠിക്കുമ്പോൾ. സോ അതിൽ മൂന്നാമത്തെ ക്വാണ്ടിറ്റിയാണ് ലെങ്ത്ത്. സോ നമ്മൾ ഈ ലെങ്ത്ത് മെഷർ ചെയ്യും. ആക്ച്വലി നിങ്ങൾക്ക് എളുപ്പമാണ്, നിങ്ങളുടെ എല്ലാവരുടെയും ബോക്സിൽ ഒരു സ്കെയിൽ ഉണ്ടാവും. ആൻഡ് സ്കെയിൽ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈസിയാണ്. സോ എങ്ങനെയാണ് മെഷർ ചെയ്യാറ്, നമ്മൾ സ്കെയിൽ യൂസ് ചെയ്യും. ആൻഡ് ആ സ്കെയിൽ ഈ ഒബ്ജക്റ്റിൻ്റെ, ഇപ്പം സപ്പോസ് ഈ മാർക്കറിൻ്റെ ലെങ്ത്ത് മെഷർ ചെയ്യണമെങ്കിൽ ഈ മാർക്കറിൻ്റെ ലെങ്ത്തിന് അക്രോസ് ഞാൻ സ്കെയിൽ വയ്ക്കും. ആൻഡ് അതിൽ എത്ര സെൻറ്റിമീറ്ററാണ് മാർക്ക് ചെയ്തേക്കുന്നത് അത്രയും സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ലെങ്ത്ത് എന്ന് കിട്ടും, ഈസിയാണ്. സപ്പോസ് ഞാനത് ലെങ്ത്ത് മെഷർ ചെയ്തിട്ട് 5 ആണ് ലെങ്ത്ത് എന്ന് വിളിക്കാം. ഇഫ് ഐ സേ ദാറ്റ് ലെങ്ത് ഓഫ് എ ടേബിൾ ഈസ് 5, ഒരു ടേബിളിൻ്റെ ലെങ്ത്ത് 5 ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റ് മീനിങ് ഫുൾ ആണോ? ഒരു ഒബ്ജക്റ്റിൻ്റെ ലെങ്ത്ത് 5 എന്ന് പറഞ്ഞാൽ അത് മീനിങ് ഫുൾ ആണോ? അല്ല. നമുക്കറിയില്ല അത് 5 സെൻറ്റിമീറ്റർ ആണോ, 5 ഇഞ്ച് ആണോ, 5 ഫീറ്റ് ആണോ, എന്താണെന്ന് അറിയില്ല. അപ്പം എല്ലാ മെഷർമെൻറ്റും എടുക്കുമ്പോൾ ഈ നമ്പറിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു യൂണിറ്റും കൂടി ആഡ് ചെയ്യും. ആ ആഡ് ചെയ്യുന്ന യൂണിറ്റും കൂടി വരുമ്പോഴാണ് ആ മെഷർമെൻറ്റ് ആക്ച്വലി എന്താവുള്ളൂ, മീനിങ് ഫുൾ ആവുള്ളൂ. സോ എല്ലാ മെഷർമെൻറ്റ്സും ആർ റെക്കമെൻഡ് ബൈ a unit, a number followed by a unit. So ഇപ്പോൾ പറയാണ് ഇഫ് എ റോഡ് ഈസ് 3 മീറ്റർ ലോങ്, അങ്ങനെയാണെങ്കിൽ അതെന്താ, മീനിങ് ഫുള്ളാണ്. 3 മീറ്റർ, അതായത് നമ്പർ കൂടാതെ എന്തും കൂടി ഉണ്ട്, ഒരു യൂണിറ്റും കൂടി ഉണ്ട്. സോ ബേസിക്കലി എല്ലാ മെഷർമെൻറ്റിനും 2 കമ്പോണൻസ് ഉണ്ടാവും. ഒരു നമ്പർ ഉണ്ടാവും ഫോളോഡ് ബൈ എ യൂണിറ്റ്. ഈ നമ്പറിനെ വിളിക്കുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മെഷർമെൻറ്റ്. ആ മെഷർമെൻറ്റിൻ്റെ അളവ്, 3 എന്ന് പറയുന്നതാണ് അവിടുത്തെ അളവ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, മാഗ്നിറ്റ്യൂഡ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് വരുന്ന ഇതാണ് എന്ത്, യൂണിറ്റ്. സോ 3 മീറ്റർ എന്ന് പറഞ്ഞാൽ 3 ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ മെഷർമെൻറ്റ് ആൻഡ് മീറ്റർ എന്താണ് അവിടുത്തെ യൂണിറ്റ് ആണ്. നൗ ഈ 3 മീറ്റർ എന്ന് പറയുന്ന ആ പ്രോസസ്സ് നമുക്കൊന്നും കൂടെ ഡെപ്തിലൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അതായത് നമ്മളുടെ കയ്യിൽ ആക്ച്വലി എങ്ങനെയാണ് നമ്മളൊരു ടേബിളിൻ്റെ ലെങ്ത്ത് 3 മീറ്റർ എന്ന് പറയുന്നത്, നമ്മളുടെ കയ്യിൽ ആക്ച്വലി എന്തുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ലെങ്ത്ത് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് ലെങ്ത്ത് ആണ് 1 മീറ്റർ. ഈ സ്റ്റാൻഡേർഡ് ലെങ്ത്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ടേബിളിൻ്റെ ലെങ്ത്ത് കമ്പയർ ചെയ്യുക. അതായത് 3 ടൈംസ് ഈ സ്റ്റാൻഡേർഡ് ലെങ്ത്ത് ഇങ്ങനെ വെച്ച് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ലെങ്ത് ഓഫ് ദ ടേബിൾ കിട്ടും. വിച്ച് മീൻസ് ദാറ്റ് ദ ലെങ്ത് ഓഫ് ദ ടേബിൾ ഈസ് 3 മീറ്റർ. സോ നമ്മൾ ആക്ച്വലി, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് ദ റോഡ് ഈസ് 3 മീറ്റർ. സോ നമ്മൾ ആക്ച്വലി ചെയ്യുക എന്താ വെച്ചാൽ, ദ റോഡ് കണ്ടെയ്ൻസ് ദ സ്റ്റാൻഡേർഡ് മീറ്റർ 3 ടൈംസ്. ആ റോഡിൽ ഈ സ്റ്റാൻഡേർഡ് മീറ്റർ എന്ന് പറയുന്ന ലെങ്ത്ത് 3 ടൈംസ് വെക്കുമ്പോഴാണ് ആ റോഡിൻ്റെ ലെങ്ത്ത് ആവുക. അപ്പോൾ നമ്മൾ എന്ത് പറയും, ലെങ്ത് ഓഫ് ദ റോഡ് ഈസ് 3 മീറ്റർ എന്ന് പറയും. സോ ഒരു മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി കമ്പാരിസൺ വിത്ത് എ സ്റ്റാൻഡേർഡ് ആണ്. ആ സ്റ്റാൻഡേർഡ് ലെങ്ത് ആയിട്ട് റോഡിൻ്റെ ലെങ്ത്തിനെ നമ്മൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. സോ ഈ കമ്പയറിങ് വിത്ത് ദ സ്റ്റാൻഡേർഡ്, ഈ സ്റ്റാൻഡേർഡ് ലെങ്ത്തുമായിട്ട് കമ്പയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കാം, മെഷർമെൻ്റ് എന്ന് വിളിക്കാം. അപ്പം ഈ സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസണെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെ വിളിക്കുന്ന പേരാണ് എന്ത്, യൂണിറ്റ്. സോ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ, ഇപ്പം സാറിൻ്റെ മാസ് മെഷർ ചെയ്യാണ്, 60 kg എന്ന് കിട്ടി. ആക്ച്വലി അതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്, ബട്ട് 60 kg എന്ന് വിചാരിക്കുക. സോ അങ്ങനെ 60 kg സാറിൻ്റെ മാസ് ആണെങ്കിൽ ആക്ച്വലി അവിടെ എന്താ ചെയ്യുന്നത്, എൻ്റെ കയ്യിൽ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് മാസ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡ് മാസ് ഉണ്ട്, അതാണ് 1 കിലോഗ്രാം. ഈ 1 കിലോഗ്രാം 60 ടൈംസ് വെച്ച് വരുമ്പോഴാണ് എന്തുണ്ടാവുക, സാറിൻ്റെ മാസ് ഉണ്ടാവുക. വിച്ച് മീൻസ് ദാറ്റ് മൈ മാസ് ഈസ് 60 kg. സോ ആക്ച്വലി ആ 1 കിലോഗ്രാം എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡ് മാസും സാറിൻ്റെ മാസുമായിട്ട് ഒരു കമ്പാരിസണാണ് നടക്കുന്നത്.
ആ 1 കിലോഗ്രാമിൻ്റെ 60 ടൈംസ് ആണ് സാറിൻ്റെ മാസ്. സോ മെഷർമെൻറ്റ് ഓഫ് എനി ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇൻവോൾവ്സ് കമ്പാരിസൺ വിത്ത് certain basic arbitrarily chosen internationally accepted reference standard called unit. ഏത് ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷർ ചെയ്യണമെങ്കിലും നമ്മളിൽ ഒരു ബേസിക് ആർബിട്രറി ചൂസൺ ആയിട്ടുള്ള ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടാവും. ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പാരിസനെയാണ് നമ്മൾ മെഷർമെൻ്റ് എന്ന് വിളിക്കുക. ഈ സ്റ്റാൻഡേർഡ് ഓഫ് കമ്പാരിസനെ വിളിക്കുന്ന പേരാണെന്ത്? യൂണിറ്റ്. NCERT യൂണിറ്റിന് കൊടുത്തേക്കുന്ന ഡെഫിനേഷനാണ് പഠിച്ചു വയ്ക്കണം. ഓക്കെ, നൗ അങ്ങനെയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ഈ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡിങ് ഓൺ ദി റീജിയൻ ഭയങ്കരമായിട്ട് വേരി ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈവൻ കേരള, നമ്മളൊരു ചെറിയ സ്റ്റേറ്റ് അല്ലേ, ഈ ചെറിയൊരു പ്രോവിൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ തന്നെ ലെങ്ത്ത് മെഷർ ചെയ്യാൻ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ഈവൻ ലോങ് ഡിസ്റ്റൻസ് ലെങ്ത്ത് മെഷർ ചെയ്യാൻ തന്നെ നിങ്ങൾ കാതം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞില്ല, ബട്ട് പാരൻസിനോട് ചോദിച്ചാൽ അവർക്ക് അറിയാൻ പറ്റും. കാതം, ഫർലോങ് എന്നൊക്കെ പറഞ്ഞിട്ട് റീജിയണൽ ആയിട്ടുള്ള ഒരുപാട് ലെങ്ത്ത് മെഷർ ചെയ്യാനുള്ള യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. ബട്ട് ഇത് ഒരു സിംഗിൾ സ്റ്റേറ്റിലെ കാര്യമാണ് പറയുന്നത്. വാട്ട് ഇഫ് നമ്മളൊരു വലിയ നേഷൻ എടുത്തു കഴിഞ്ഞാലോ ഓരോ സ്റ്റേറ്റിലും ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ടാവും. വേൾഡ് എടുക്കുമ്പോൾ ഓരോ കൺട്രീസിലും ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഉണ്ടാവും. സോ ഇങ്ങനെ പല റീജിയൻസിൽ പല യൂണിറ്റ്സ് വരുമ്പോൾ എന്താ പറ്റുക? എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ഡിഫിക്കൽട്ടാവും, ട്രേഡ് ഡിഫിക്കൽട്ടാവും, സയൻറ്റിഫിക് ഡാറ്റയുടെ ട്രാൻസ്ഫർ ഡിഫിക്കൽട്ടാവും. സപ്പോസ് ഇന്ത്യയിൽ എല്ലാം യൂസ് ചെയ്യുന്നത് മാസിന് കിലോഗ്രാം ആണ്, ലെങ്ത്തിന് മീറ്റർ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ആൻഡ് USA പോകുമ്പോൾ മാസൊക്കെ പൗണ്ടിലാണ്, ലെങ്ത് ഒക്കെ മൈലിലാണ് മെഷർ ചെയ്യുന്നത്. സോ ഇവിടെ നിന്ന് ഒരു കാറ നമ്മൾ ഇമ്പോർട്ട് ചെയ്തു, USA നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു US ബ്രാൻഡ് ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇമ്പോർട്ട് ചെയ്ത് വന്ന സമയത്ത് അതിൽ സ്പീഡോമീറ്റർ, പെട്രോൾ ഒക്കെ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? മൈലിലാണ്. നമുക്കറിയില്ല, നമ്മുടെ ഇവിടെയൊക്കെ കിലോമീറ്ററിലാണ്. അപ്പം ഒരു ഫാസ്റ്റ് ഹൈവേയിൽ ഒരു സ്പീഡ് ലിമിറ്റ് ഉണ്ട്. സ്പീഡ് ലിമിറ്റ് 80 km/h, ബട്ട് കാറി കാട്ട 80 mph. എങ്ങനെ അറിയാൻ പറ്റും? ഇതൊരു സിമ്പിൾ സിനാറിയോ ആണ്. നമുക്ക് വേണമെങ്കിൽ ജെമിനിനോടൊക്കെ ചോദിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. ബട്ട് വാട്ട് ഇഫ് ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്, ഒരു സാറ്റലൈറ്റിൻ്റെ ഇൻഫോർമേഷനാണ്, ഒരുപാട് ഡാറ്റ ഉണ്ടാവും. ഇതിനൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമാണോ? അതിപ്പോൾ പിന്നെയും ഈസിയാണ്, ബട്ട് ബാക്ക് ഇൻ നമ്മളൊരു 100 years ഒക്കെ പുറകോട്ട് പോയാൽ ഭയങ്കര ഡിഫിക്കൽട്ടാവും. സോ അതുകൊണ്ട് വേൾഡിൻ്റെ ഡിഫറെൻറ്റ് റീജിയൻസിൽ ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. എന്താ ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവർ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ്സുകൾ ഡിഫറെൻ്റ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ ലെങ്ത്ത്, മാസ്, ടൈമാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞല്ലോ. അപ്പം ലെങ്ത്തിന് സെൻറ്റിമീറ്റർ, മാസിന് ഗ്രാം, ടൈമിന് സെക്കൻഡ് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് സിസ്റ്റമാണ് CGS സിസ്റ്റം. സിമിലർലി ലെങ്ത്തിന് ഫൂട്ട്, മാസിന് പൗണ്ട്, ടൈമിന് സെക്കൻഡ് യൂസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് സിസ്റ്റം ആണ് എന്ത്? FPS സിസ്റ്റം. അതേപോലെ തന്നെ ലെങ്ത്തിന് മീറ്റർ, മാസിന് കിലോഗ്രാം, ടൈമിന് സെക്കൻഡ് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്ത്? MK സിസ്റ്റം. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ വേൾഡ്, ഫ്രാൻസിലും ബ്രിട്ടനിലൊക്കെ ആയിട്ട് എക്സിസ്റ്റ് ചെയ്തിരുന്നു. സോ അങ്ങനെ ഈ എക്സിസ്റ്റൻസ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി റൈസ് ചെയ്തപ്പോൾ വേൾഡ് കൺട്രീസ് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയിട്ട് ദേ ഡിസൈഡഡ് നമുക്കിനി ഇങ്ങനെ ഓരോ കൺട്രിയിലും ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റം വേണ്ട, നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? നമ്മളൊരു യൂണിഫൈഡ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് യൂണിറ്റ് സിസ്റ്റം ഉണ്ടാക്കണം. അങ്ങനെ ഫ്രാൻസിൽ വെച്ചിട്ട് ഇൻ്റർനാഷണൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷേഴ്സിൽ വെച്ചിട്ട് ഒരു ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് യൂണിറ്റ് സിസ്റ്റം ഉണ്ടാക്കുകയാണ്. ദാറ്റ് സിസ്റ്റം ഈസ് നോൺ ആസ് SI സിസ്റ്റം. സിസ്റ്റം ഇൻ്റർനാഷണലെ ഡേ യൂണിറ്റ്സ് എന്നാണ് അതിൻ്റെ ഫ്രഞ്ച് അബ്രിവേഷൻ. ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇൻ്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് എന്ന് വിളിക്കും. ഇതാണ് കറൻ്റ്ലി വേൾഡിലെ എല്ലാ കൺട്രീസും ആക്സെപ്റ്റഡ് ആയിട്ടുള്ള യൂണിറ്റ് സിസ്റ്റം. ഇത് ഇവിടെ പഠിക്കുന്നതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ? നമ്മളിനി അങ്ങോട്ട് ഫിസിക്സിൽ ഇനി കമ്മിങ് ചാപ്റ്റേഴ്സിലൊക്കെ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും ഗിവൺ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യും? SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രോബ്ലംസ് സോൾവ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു ക്വസ്റ്റ്യനിൽ തരാണ് ബസ് ട്രാവൽസ് 3 kilometers എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ വാല്യൂ എടുത്ത് എഴുതുമ്പോൾ തന്നെ അതിനെ SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണം. 3 kilometer എന്നുള്ളതിന് എന്ത് ചെയ്യണം? 3000 meter എന്ന് എഴുതണം. സോ ഇത് നമ്മളിനി അങ്ങോട്ട് ഫോളോ ചെയ്യാൻ പോകുന്ന, നിങ്ങളിനി എഞ്ചിനീയറിങ്ങിന് പോയാലും MTechന് പോയാലും PhD ചെയ്താലും ഒക്കെ ഈ SI സിസ്റ്റമാണ് നമ്മളിനി ഫോളോ ചെയ്യാൻ പോകുന്നത്. സോ SI സിസ്റ്റത്തിൽ അപ്പോൾ ഇത്രയും നാളും പറഞ്ഞ സിസ്റ്റത്തിലൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് 3 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടായ ലെങ്ത്ത്, മാസ്, ടൈം.
എസ് ഐ സിസ്റ്റത്തിലും ഈ 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ബട്ട് അത് കൂടാതെ 4 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. എസ് ഐ സിസ്റ്റത്തിൽ ടോട്ടലായിട്ട് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉള്ളത്. അതിൽ ലെങ്ത്തിൻ്റെയും മാസിൻ്റെയും ടൈമിൻ്റെയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് MKS സിസ്റ്റമായിട്ട് സിമിലറാണ്. അതുകൊണ്ട് എസ് ഐ സിസ്റ്റത്തിനെ മോഡിഫൈഡ് ഫോം ഓഫ് MKS സിസ്റ്റം എന്നും വിളിക്കും. സോ കാരണം നോക്കിയേ, 2 സിസ്റ്റം നോക്കിയേ, ലെങ്ത്തിന് 2 മീറ്ററാ, മാസിന് 2 സ്ഥലത്തും കിലോഗ്രാമാ, ടൈമിന് 2 സ്ഥലത്തും സെക്കൻഡാ. നൗ ഇത് കൂടാതെ എന്തുണ്ട്, 4 ക്വാണ്ടിറ്റീസും കൂടി ഉണ്ട്, 4 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. സോ അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. എസ് ഐ സിസ്റ്റമാണ് നമ്മളിവിടെ ഡീപ്പായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരം പഠിച്ചാൽ എന്തൊക്കെ നിങ്ങൾ പഠിക്കണം? ഒന്നാമത് വാട്ട് ഈസ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, വാട്ട് ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, ദെൻ 3 ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റംസ് ഏതൊക്കെയാണ്, ദെൻ എസ് ഐ സിസ്റ്റം. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ മെമ്മറൈസ് ചെയ്താൽ മതി. സോ എസ് ഐ സിസ്റ്റം. സോ 1971 ജനറൽ കോൺഫറൻസ് ഓൺ വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലാണ് ഈ എസ് ഐ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നത്. സോ അത് ഫ്രഞ്ച് വേർഡ് ആയതുകൊണ്ടാണ് എസ് ഐ എന്ന് വരുന്നത്. ഇംഗ്ലീഷ് അബ്രിവേഷൻ എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ് ആണ്. ഇതാണ് നൗ ഇന്റർനാഷണലി സയൻറ്റിഫിക്, ടെക്നിക്കൽ, ഇൻഡസ്ട്രിയൽ ആൻഡ് കൊമേഴ്ഷ്യൽ വർക്കിനൊക്കെ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്ന യൂണിറ്റ് സിസ്റ്റം. നൗ ഈ എസ് ഐ സിസ്റ്റത്തിലുള്ള 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആണ് ലിസ്റ്റ് ചെയ്തേക്കുന്നത്. സോ ആക്ച്വലി ലെങ്ത്, മാസ്, ടൈം അതുപോലെ തന്നെ ഉണ്ട്, MKSലുള്ള പോലെ തന്നെ, മീറ്റർ, കിലോഗ്രാം, സെക്കൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൂടാതെ 4 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇലക്ട്രിക് കറണ്ട്, തെർമോഡൈനാമിക് ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ലൂമിനസ് ഇൻറ്റൻസിറ്റി. ഇതിൽ ഓരോ ക്വാണ്ടിറ്റിയുടെയും ഫണ്ടമെന്റൽ യൂണിറ്റ്സ് ഏതാണെന്ന് എഴുതിയിട്ടുണ്ട്, സിമ്പിൾസും എഴുതിയിട്ടുണ്ട്. ഈ യൂണിറ്റ്സ് എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാ ക്വാണ്ടിറ്റീസിലും എല്ലാ വേർഡ്സും നമ്മൾ എന്താ യൂസ് ചെയ്തേക്കുന്നത്, സ്മോൾ ലെറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. യൂണിറ്റിൻ്റെ പേര് എഴുതുമ്പോൾ കണ്ട, മീറ്റർ, കിലോഗ്രാം ക്യാപിറ്റൽ K ഇല്ല, സെക്കൻഡ് ക്യാപിറ്റൽ S ഇല്ല, ആംബിയർ ക്യാപിറ്റൽ A ഇല്ല. ഫസ്റ്റ് ലെറ്റർ നമ്മൾ ക്യാപിറ്റൽ എഴുതില്ല, എല്ലാ ലെറ്റേഴ്സും എന്താണ്, സ്മോൾ ലെറ്റേഴ്സാണ്. പക്ഷേ സിമ്പിൾ എഴുതുമ്പോൾ മാത്രം ചില സ്ഥലങ്ങളിൽ ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് എവിടെയാണെന്ന് വെച്ചാൽ, ഇഫ് ദ നെയിം ഓഫ് ദ യൂണിറ്റ് ഈസ് ടേക്കൺ ഫ്രം നെയിം ഓഫ് എ സയൻറ്റിസ്റ്റ്. ഈ യൂണിറ്റിൻ്റെ പേര് ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണെങ്കിൽ യൂണിറ്റ് എഴുതുമ്പോൾ സ്മോൾ ലെറ്ററിൽ എഴുതുള്ളൂ, ബട്ട് സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതും. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിക് കറണ്ടിൻ്റെ SI യൂണിറ്റ് ആംബിയർ ആണ്, അതൊരു സയൻറ്റിസ്റ്റിൻ്റെ പേരാണ്, അതുകൊണ്ട് സിമ്പിൾ എന്ത് ചെയ്യും, ക്യാപിറ്റൽ എഴുതും. തെർമോഡൈനാമിക് ടെമ്പറേച്ചറിൻ്റെ SI യൂണിറ്റ് കെൽവിൻ ആണ്, സ്മോൾ ലെറ്ററിൽ എഴുതുള്ളൂ, ബട്ട് കെൽവിൻ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പേരായതുകൊണ്ട് സിമ്പിൾ എഴുതുമ്പോൾ ക്യാപിറ്റൽ K എഴുതും. സോ സാർ ആ യൂണിറ്റ്സ് ഒന്ന് വായിക്കാം. ലെങ്ത്ത് മീറ്റർ ആണ് SI യൂണിറ്റ്, M ആണ് സിമ്പിള്. മാസ് കിലോഗ്രാം ആണ് SI യൂണിറ്റ്, kg ആണ് സിമ്പിള്. ടൈം സെക്കൻഡ് ആണ് SI യൂണിറ്റ്, S ആണ് സിമ്പിള്. ഇലക്ട്രിക് കറണ്ട് ആംപെയർ ആണ് SI യൂണിറ്റ്, ക്യാപിറ്റൽ A ആണ് സിമ്പിള്. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ ആണ് SI യൂണിറ്റ്, ക്യാപിറ്റൽ K ആണ് സിമ്പിള്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് MOLE, മോൾ ആണ് SI യൂണിറ്റ്, MOL ആണ് സിമ്പിള്. ലൂമിനസ് ഇൻറ്റൻസിറ്റി, ഈ ലൂമിനസ് ഇൻറ്റൻസിറ്റി നിങ്ങളധികം കേട്ടിട്ടുണ്ടാവില്ല. ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ നോർമൽ കറണ്ടാ. തെർമോഡൈനാമിക് ടെമ്പറേച്ചർ എന്നൊക്കെ പറയുമ്പം ഒരു പഞ്ചുണ്ടെങ്കിലും സാധാരണ ടെമ്പറേച്ചർ തന്നെയാണത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് മോളും നിങ്ങൾക്കറിയാം. ലൂമിനസ് ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മെഷർ ചെയ്യാനുള്ള യൂണിറ്റാണ്, പ്രകാശത്തിൻ്റെ തീക്ഷ്ണത മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റാണ്. ഇൻറ്റൻസിറ്റി എന്തോരം ബ്രൈറ്റ് ആണ് എന്തോരം ഡിം ആണെന്ന് അറിയാൻ വേണ്ടിയുള്ള യൂണിറ്റാണ്. ക്യാൻഡലയാണ് SI യൂണിറ്റ്, സ്മോൾ ലെറ്റർ CD ആണ് സിമ്പിൾ. സോ ഈ 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ നെയിമും അവരുടെ യൂണിറ്റ്സിൻ്റെ നെയിമും സിമ്പിൾസും കാണാതെ പഠിക്കണം. നോ SI സിസ്റ്റത്തിൽ ഈ 7 ക്വാണ്ടിറ്റീസ് കൂടാതെ എന്തുകൂടിയുണ്ട്, 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇതാണ് പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ആംഗിൾ, പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഈ നമ്മളുടെ പേപ്പറിലൊക്കെ വരയ്ക്കുന്ന ആംഗിളാണ്, തീറ്റ എന്നൊക്കെ പറഞ്ഞ് മാർക്ക് ചെയ്യാറുള്ള ആംഗിളാണ്. സോ ഈ പ്ലെയിൻ ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടാവുന്ന SI യൂണിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള യൂണിറ്റ് ഡിഗ്രിയാണ്. 90 ഡിഗ്രി, 30 ഡിഗ്രി, 40 ഡിഗ്രി എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആംഗിൾ ഇതുവരെ മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. ബട്ട് SI സിസ്റ്റത്തിൽ ഇതിന് വേറൊരു യൂണിറ്റാണ് ഉള്ളത്. ആ യൂണിറ്റിൻ്റെ പേരാണ് റേഡിയൻ, സിമ്പിൾ റാഡ്, RAD. ആൻഡ് അടുത്ത സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി, സോ ഈ പ്ലെയിൻ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കുക, സപ്പോസ് ഇതേപോലെ ഒരു ആർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ചെയ്താൽ മതി. പ്ലെയിൻ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ചെയ്താൽ മതി. ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയാണ് എന്ത്, സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്ന കോണില്ലേ,
ആ കോണിൻ്റെ ഉള്ളിലുള്ള 3 ഡയമെൻഷണൽ ആംഗിളിനെയാണ് എന്തെന്ന് വിളിക്കുക, സോളിഡ് ആംഗിൾ എന്ന് വിളിക്കുക. സോ അത് കാൽക്കുലേറ്റ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതൊരു കോണാണെങ്കിൽ ഈ കോണിൻ്റെ അകത്തുള്ള ഏരിയ, ഇതൊരു ഏരിയ ആയിരിക്കും, ഈ ആംഗിൾ കവർ ചെയ്യുന്നത് ഒരു ഏരിയ ആയിരിക്കും. ആ ഏരിയ, അതിനെയാണ് നമ്മൾ ഇൻ്റർസെപ്റ്റഡ് ഏരിയ എന്ന് വിളിക്കുക. സോ ആ ഇൻ്റർസെപ്റ്റഡ് ഏരിയ ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് റേഡിയസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോളിഡ് ആംഗിൾ കിട്ടും. അത് ഓം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. പ്ലെയിൻ ആംഗിൾ തീറ്റ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ സോളിഡ് ആംഗിൾ എന്ത് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക, ഓം വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ആൻഡ് അതിൻ്റെ SI യൂണിറ്റ് കിട്ടണമെങ്കിൽ റേഡിയന് മുന്ന് ഒരു ST ചേർത്താൽ മതി. സ്റ്റെറേഡിയൻ, സിമ്പിൾ SR. യൂണിറ്റ് ഏതാണ്? സ്റ്റെറേഡിയൻ, സിമ്പിൾ SR. എല്ലാം സ്മോൾ ലെറ്റേഴ്സ് ആണ്. സോ ഇതാണ് വിത്ത് ദാറ്റ് 7 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ എന്തായി, SI സിസ്റ്റമായി. സോ ഇതാണ് ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നൗ നേരത്തെ പറഞ്ഞ പോലെ ഈ ക്വാണ്ടിറ്റീസ് ഒക്കെ SI സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് അറിയണം. ഈ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് പഠിക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് ഈ 2 ടേബിൾ, മൾട്ടിപ്പിൾസ് ആൻഡ് സബ് മൾട്ടിപ്പിൾസ് ഓഫ് യൂണിറ്റ്സ് എന്ന് പറയും. അതായത് ഇതിൽ ഈ ഗ്രീൻ ടേബിൾ നിങ്ങൾ അങ്ങനെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഈ ബ്ലൂ ടേബിൾ എന്തായാലും പഠിക്കണം. +1 +2 നിങ്ങൾക്ക് ത്രൂ ഔട്ട് ആവശ്യം വരും. ഇത് സാറ് എടുത്തുകൊണ്ടുവന്ന ടേബിളല്ല, നിങ്ങളെല്ലാവരും നിങ്ങൾ +1 ചേരുമ്പോൾ നിങ്ങളെ ഫിസിക്സ് NCERT പാർട്ട് 1 എടുത്തിട്ട് ആ പാർട്ട് 1ൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോവാം. ഫിസിക്സ് +1 NCERT പാർട്ട് 1ൻ്റെ ഏറ്റവും ലാസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ടേബിൾസും കോളംസും ഉണ്ട്. നിങ്ങളെ ഫിസിക്സ് ഒന്നും കൂടെ ഒന്ന് ഈസി ആക്കാൻ ആ ടേബിൾസ് വെറുതെ ഒന്ന് വായിച്ച് നോക്കുന്നത് ഹെൽപ്പ് ചെയ്യും. സോ ഇവിടെ ആക്ച്വലി ഡെസി, സെൻറ്റി, മില്ലി, മൈക്രോ, നാനോ, പൈക്കോ, ഫെംറ്റോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു യൂണിറ്റിനെ മീറ്ററിലേക്ക് അല്ലെങ്കിൽ SI യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഞാനിത് ഇൻ ടേംസ് ഓഫ് ലെങ്ത് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. ലെങ്ത്തിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്ററാണ്. SI യൂണിറ്റ് ലെങ്ത്തിൻ്റെ. സോ ഡെസി മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ 1 മീറ്റർ ഡിവൈഡഡ് ബൈ 10 ആണ് ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ. ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മീറ്ററിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുക, 10 വെച്ച് ഡിവൈഡ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ ഒരു മീറ്റർ എന്ന് പറയുന്ന ലെങ്ത്തിനെ 10 പീസസ് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു പീസിനെയാണ് എന്തെന്ന് വിളിക്കുക, ഡെസിമീറ്റർ എന്ന് വിളിക്കുക. സോ ഈ 1/10 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1/10⁻1. ഈ 10⁻1നെ മുകളിലേക്ക് കയറ്റിയാൽ എന്ത് വരും, 10⁻⁻1 വരും. അപ്പം 2 ഡെസിമീറ്റർ ഉണ്ട്. ഇതിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2 ഇൻറ്റു ഈ 10⁻⁻1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത്രയും മീറ്ററാണ്. ബാക്കി ഒന്നും ഓർത്തിരുന്നില്ലെങ്കിൽ ഇത്രയും ഓർത്തിരുന്നാൽ മതി. അതായത് 2 ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 10⁻1 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതേപോലെ സെൻറ്റിമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, 10⁻⁻2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, മീറ്റർ ആവും. മില്ലിമീറ്റർ ആണെങ്കിൽ 10⁻³ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താവും, മീറ്റർ ആവും. മൈക്രോ ആണെങ്കിൽ 10⁻⁻6, നാനോ ആണെങ്കിൽ 10⁻⁻9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്റർ ആവും. പൈക്കോ ആണെങ്കിൽ 10⁻⁻12, ഫെംറ്റോ ആണെങ്കിൽ 10⁻⁻15 എന്ന് പറഞ്ഞാൽ 85 നാനോമീറ്റർ. അപ്പം നാനോ എന്ന് പറഞ്ഞാൽ എന്താ, 10⁻⁻9. സോ 85 ഇൻറ്റു 10⁻⁻9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് എന്തായി, മീറ്ററായി. ഇത്രയേ ഉള്ളൂ. 720 പൈക്കോമീറ്റർ. അപ്പോൾ പൈക്കോ എന്ന് പറഞ്ഞാലത്തെ 10⁻⁻12. അപ്പം 720നെ 10⁻⁻12 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി, മീറ്ററായി. സോ എന്തിനേയും മീറ്റർ, ഇതിൽ ഏത് മീറ്റർ തന്നാലും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തേക്കുന്ന നമ്പേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇത് ചെറിയ യൂണിറ്റ്സ്, ഒരു മീറ്ററിനെ 10 ഒക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ യൂണിറ്റ്സ് ആണ്. ഇനി ലാർജർ യൂണിറ്റ്സ് ആണെങ്കിലോ, അതായത് 10 മീറ്ററിനെയാണ് ഒരു ഡെക്കാമീറ്റർ എന്ന് വിളിക്കുക. അപ്പം ഡെക്കാമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇനി 100 മീറ്ററിനെയാണ് ഹെക്ടോമീറ്റർ എന്ന് വിളിക്കുക. 10⁻2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മീറ്ററിനെ, ഹെക്ടോമീറ്ററിനെ മീറ്റർ ആക്കാം. കിലോമീറ്റർ 10⁻3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് അറിയാമല്ലോ, 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. മെഗാമീറ്റർ 10⁻6, ഗിഗ 10⁻9, ടെറ 10⁻12, പെറ്റ 10⁻15. അങ്ങനെ വലിയ ക്വാണ്ടിറ്റീസിനെ മീറ്ററിലേക്ക് ആക്കാം. പക്ഷെ എപ്പോഴും യൂസ് ചെയ്യേണ്ടി വരാം ഈ ബ്ലൂ ആയിരിക്കും നിങ്ങൾക്ക്. സോ ഈ 2
ടേബിൾ ഒന്ന് പഠിച്ചു വെക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും. സോ ഈ കൺവേർഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. നൗ അപ്പം ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ഒന്നും കൂടെ ഒന്ന് റീവിസിറ്റ് ചെയ്ത് നോക്കാം. അപ്പം ആദ്യം പഠിച്ചത് എന്താ, വാട്ട് ഈസ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് അല്ലേ, മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. 2 ടൈപ്പ് ഉണ്ട്, ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി ഉണ്ട്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ഉണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വേറൊരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റാത്ത ക്വാണ്ടിറ്റീസിനെയാണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ലെങ്ത്, മാസ്, ടൈം ഒക്കെ. ആൻഡ് അത് വെച്ച് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റീസിനെയാണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. നമ്മൾ ബ്രിക്കിൻ്റെ ബിൽഡിങ്ങിൻ്റെ എക്സാമ്പിൾ പറഞ്ഞ് ഓർക്കുന്നില്ലേ, അതുപോലെ തന്നെ. നൗ ഈ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനും എക്സാമ്പിൾ പഠിക്കുക. നൗ എന്താ യൂണിറ്റ് എന്ന് പഠിച്ചു, ആൻഡ് ഡിഫറെൻറ്റ് യൂണിറ്റ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. ആൻഡ് കറൻ്റ്ലി ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് സിസ്റ്റമാണ് SI സിസ്റ്റം. അതിൽ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും 2 സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റീസും ഉണ്ട്. എങ്ങനെ നമ്മൾ ഇതിലെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിലേക്ക് ഗിവൺ ക്വാണ്ടിറ്റീസിനെ കൺവേർട്ട് ചെയ്തെടുക്കും. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ആൻഡ് മൂവിങ് ടു ദ സെക്കൻഡ് പാർട്ട്, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡൈമെൻഷൻസ് എന്താണെന്നാണ്. സോ ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കേൾക്കുക. ദ ഡൈമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആർ ടു ബി റേസ്ഡ് ഇൻ ഓർഡർ ടു റെപ്രസെൻറ്റ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി. അതായത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും അവരുടെ പവേഴ്സും യൂസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഡൈമെൻഷൻസ് എന്ന് വിളിക്കുക. സോ ഒരു ക്വാണ്ടിറ്റിയുടെ നേച്ചർ ആക്ച്വലി ഈ ഡൈമെൻഷൻസ് നമുക്ക് പറഞ്ഞു തരും. സോ നമ്മളിപ്പം എല്ലാ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസും ഉള്ളത്. സോ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് എല്ലാം നമ്മൾ ഡൈമെൻഷൻ എഴുതുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്താണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ആദ്യം ഈ 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡൈമെൻഷൻ എങ്ങനെയാണെന്ന് നോക്കുക. അത് യൂസ് ചെയ്തിട്ടാണ് ബാക്കി ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം ഡൈമെൻഷൻ എഴുതുക. അപ്പം ലെങ്ത്തിൻ്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ക്യാപിറ്റൽ L ഇൻസൈഡ് എ സ്ക്വയർ ബ്രാക്കറ്റ്. മാസിൻ്റെ ഡൈമെൻഷനോ ക്യാപിറ്റൽ M ഇൻസൈഡ് എ സ്ക്വയർ ബ്രാക്കറ്റ്. ടൈമിൻ്റെ ഡൈമെൻഷൻ ക്യാപിറ്റൽ T ഇൻസൈഡ് എ സ്ക്വയർ ബ്രാക്കറ്റ്. ലെങ്ത്ത്, മാസ്, ടൈം L, M, T. ഇനി അങ്ങോട്ടുള്ള 4 ക്വാണ്ടിറ്റീസ് കുറച്ച് ഡിഫറെൻറ്റാ. ഇലക്ട്രിക് കറണ്ടിൻ്റെ L എഴുതുക, ബട്ട് അതിൻ്റെ SI യൂണിറ്റിൻ്റെ സിമ്പൽ ആംപെയറിൻ്റെ ക്യാപിറ്റൽ A സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുക. അതുപോലെ തന്നെയാണ് തെർമോഡൈനാമിക് ടെമ്പറേച്ചർ കെൽവിൻ്റെ K ആണ്. ലൂമിനസ് ഇൻറ്റൻസിറ്റി CD ആണ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് MOL ആണ് സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുക. ഇങ്ങനെയാണ് 7 ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് വരാം. നൗ ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റ് ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് എഴുതാം. അപ്പോൾ വേറൊരു ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എഴുതണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് വേണം, ആ ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ അറിയണം. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ക്വാണ്ടിറ്റി ഏരിയ ആണെന്ന് വിചാരിക്കാം. സോ നോർമലി ഏരിയയുടെ ജനറൽ ഇക്വേഷൻ എന്താ, ഏരിയ ഈസ് ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. സോ ഇതിൽ ലെങ്ത്ത് ആക്ച്വലി ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ L വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതും എന്താ ഒരു ലെങ്ത്ത് തന്നെയല്ലേ. സോ അതിനെയും L വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത്ത് തന്നെയല്ലേ. സോ L ഇൻറ്റു L എന്ത് വരും, L സ്ക്വയർ. ഇതാണ് എന്ത്, ഡയമെൻഷൻ ഓഫ് ഏരിയ. ഏരിയയുടെ ഡയമെൻഷൻ എന്താ, L സ്ക്വയർ. ഇനി ഇതേപോലെ വോളിയം ആണെങ്കിൽ ഇക്വേഷൻ എന്തായിരിക്കും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. സോ എഴുതുമ്പോൾ എന്ത് വരും, ലെങ്ത് എന്ന് പറഞ്ഞാൽ ലെങ്ത് തന്നെ. സോ ലെങ്ത് എന്ന് പറഞ്ഞ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയുടെ ഡയമെൻഷൻ എന്താ, L. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ അതും എന്ത് തന്നെയാണ്, ഒരു ലെങ്ത് തന്നെയാണ്, അതും L വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഹൈറ്റും ലെങ്ത് തന്നെയാണ്, അതും L വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു L ക്യൂബ് സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതി കഴിഞ്ഞാൽ ഇതാണ് ഡയമെൻഷൻ ഓഫ് വോളിയം. വേറൊരു ലെങ്ത് ഇൻവോൾവ് ആവാത്ത വേറൊരെണ്ണം എഴുതി വെക്കാം. ഫോർ എക്സാമ്പിൾ ഡെൻസിറ്റി. നമ്മൾ ഈ ഡയമെൻഷൻ എഴുതണമെങ്കിൽ ഇക്വേഷൻ അറിയണം. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ മാസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ്. നമ്മൾ നോക്ക്, മാസ് ഒരു ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റിയാണ്. മാസിൻ്റെ ഡയമെൻഷൻ എന്താ, M. സോ M ഡിവൈഡഡ് ബൈ വോളിയം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, എന്താ, L⁻3. പക്ഷേ ഡയമെൻഷൻ എഴുതുമ്പോൾ നമ്മൾ ഒരിക്കലും ഫ്രാക്ഷൻ ആയിട്ട് എഴുതില്ല. ഈ L⁻3നെ മുകളിലോട്ട് കൊണ്ടുപോകും. L⁻3 മുകളിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇത് L⁻3 എന്ന് പറഞ്ഞാൽ +3 ആ, മുകളിലേക്ക് കയറുമ്പോൾ എന്താവും, -3 ആവും. സോ M L⁻3. ഇതാണ് ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി. M ഇൻറ്റു L⁻3 മുകളിലേക്ക് കയറുമ്പോൾ L⁻3. ഇങ്ങനെ ഏത് ക്വാണ്ടിറ്റീൻ്റെയും ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്കതിൻ്റെ എന്തുണ്ടാക്കാം,
ഡയമെൻഷൻ ഉണ്ടാക്കുക. ഒരെണ്ണം കൂടി ചെയ്ത് നോക്കാം. വെലോസിറ്റി. സോ വെലോസിറ്റീൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ടൈമാണ്. നൗ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പം രണ്ട് പോയിന്റിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതെന്താ? ലെങ്ത് ആണ്. ഡിവൈഡഡ് ബൈ ടൈം. സിംപ്ലി ടൈം വെറുതെ വെറുതെ ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടി റേസ് ടു 1 എൽ റേസ് ടു 1 നോക്കിയാൽ റേസ് ടു 1 ആണെങ്കിലും നമ്മളത് മെൻഷൻ ചെയ്യില്ല. ഈ ടി റേസ് ടു 1 മുകളിലേക്ക് കയറുമ്പോൾ എന്ത് വരും? എൽ ടി റേസ് ടു -1 ആവും. എൽ ടി റേസ് ടു -1 ആവും. സോ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? എൽ ടി റേസ് ടു -1 ആണ്. സോ ഇങ്ങനെ ഏത് ക്വാണ്ടിറ്റീനെ നമുക്ക് ഡയമെൻഷണൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും കൂടെ ഡെഫിനിഷൻ ഒന്ന് വായിച്ചു നോക്കി. ഡയമെൻഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആർ ദ പവേഴ്സ് ടു വിച്ച് ദ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആർ ടു ബി റേസ്ഡ്. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും അവരുടെ പവേഴ്സും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അവരുടെ പവേഴ്സും വെച്ചിട്ട് ഒരു ക്വാണ്ടിറ്റീനെ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനാണ് എന്തെന്ന് വിളിക്കുക? ഡയമെൻഷൻ എന്ന് വിളിക്കുക. സോ ഈ ഡയമെൻഷൻ ഇപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. നമുക്ക് ഇക്വേഷൻ അറിയാമെന്നുണ്ടെങ്കിൽ ഡയമെൻഷൻ എഴുതാം. ഇക്വേഷൻ മാത്രം അറിഞ്ഞാൽ മതി. നമ്മളതൊരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഇടണം. ബേസിക്സ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെയാണ്. നൗ ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ് അടുത്ത ഡെഫിനിഷൻ, ഡൈമെൻഷണൽ ഫോമുല. അപ്പം ഡൈമെൻഷൻ എഴുതാൻ അറിയാമെങ്കിൽ നമുക്ക് എന്തും എഴുതാം? ഡൈമെൻഷണൽ ഫോമുല എഴുതാം. സോ ഡൈമെൻഷണൽ ഫോമുല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുക. ഇറ്റ് ഈസ് ആക്ച്വലി ഡൈമെൻഷണൽ ഫോമുല എന്ന് പറഞ്ഞാൽ ദ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ദ റിലേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ദി ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും തമ്മിലുള്ള റിലേഷൻ കാട്ടുന്ന എക്സ്പ്രഷനെയാണ് എന്തെന്ന് വിളിക്കുക? ഡൈമെൻഷണൽ ഫോമുല എന്ന് വിളിക്കുക. അപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? വ്യത്യാസം ഇത്രയേ ഉള്ളൂ. ഏരിയ തന്നെ എക്സാമ്പിളായിട്ട് എടുക്കുക. ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. എൽ ഇൻറ്റു എൽ ആണ്. എൽ സ്ക്വയർ ആണ് ഇതിൻ്റെ ഡയമെൻഷൻ. ഒരു പ്രശ്നമില്ല. ഒരു ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയും അതിൻ്റെ പവറും വെച്ചിട്ട് ഞാൻ ഏരിയനെ റെപ്രസെൻറ്റ് ചെയ്തു. ഇതാണ് ഡയമെൻഷൻ. പക്ഷേ ഡയമെൻഷൻ ഫോമിൽ വരുമ്പോഴുള്ള വ്യത്യാസം നോക്കിയ ഡെഫിനിഷൻ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ദ റിലേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. എല്ലാ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസുമായിട്ടുള്ള റിലേഷൻ കാട്ടണം. ഇവിടെ ലെങ്ത് ആയിട്ടുള്ള റിലേഷൻ മാത്രമേ ഉള്ളൂ. ബാക്കി ആരും കൂടി ഉണ്ട്. ബേസിക് ക്വാണ്ടിറ്റീസ് മാസും ഉണ്ട് ടൈമും ഉണ്ട്. സോ മാസും ടൈമും ഇവിടെ തന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഏരിയയുടെ ഇക്വേഷനിൽ അതിനൊരു സിഗ്നിഫിക്കൻസും ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റേസ് ടു 0 ഇട്ടിട്ട് എഴുതും. ഇല്ലാത്ത ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി നമ്മൾ റേസ് ടു 0 ഇട്ട് എഴുതും. എം റേസ് ടു 0 എൽ സ്ക്വയർ ടി റേസ് ടു 0 ഇങ്ങനെ എഴുതുന്നതിനാണ് ഡയമെൻഷണൽ ഫോമുല ഓഫ് ഏരിയ എന്ന് വിളിക്കുക. സിമിലർലി വോളിയം നോക്കി. എൽ ക്യൂബാണ് വോളിയത്തിൻ്റെ ഡയമെൻഷൻ, നേരത്തെ കണ്ടതാ. ബട്ട് ഡയമെൻഷൻ ഓഫ് ഫോമുല ഒക്കെ എഴുതുമ്പോൾ എന്ത് വേണം? എം റേസ് ടു 0 എൽ ക്യൂബ് ടി റേസ് ടു 0. ഡെൻസിറ്റിയുടെ എന്തായിരുന്നു? എം എൽ റേസ് ടു -3 ആയിരുന്നു. അവിടെ ടി ഇല്ല. അപ്പോൾ ടി റേസ് ടു 0. ഏത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ മിസ്സിങ്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ഉണ്ടല്ലോ, ലെങ്ത് മാസ് ടൈം. അതിലേതാണോ മിസ്സിങ് അതിനെ നമ്മൾ റേസ് ടു 0 ഇട്ട് എഴുതുന്നതിനെയാണ്. അങ്ങനെ 3 എണ്ണവും റെപ്രസെൻറ്റ് ചെയ്യണം. എം എല്ലും ടിയും വേണം. അങ്ങനെ എഴുതുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? ഡയമെൻഷണൽ ഫോമുല എന്ന് വിളിക്കുക. ദ എക്സ്പ്രഷൻ വിച്ച് ഷോസ് ദ റിലേഷൻ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള റിലേഷൻ കാട്ടുന്ന എക്സ്പ്രഷനെയാണ് എന്തെന്ന് വിളിക്കുക? ഡയമെൻഷണൽ ഫോമുല എന്ന് വിളിക്കുക. നൗ ഡയമെൻഷണൽ ഫോമുല അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ NCERT ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ കുറച്ച് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷണൽ ഫോമുലാസ് നിങ്ങൾ കാണാതെ പഠിക്കണം. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ കിട്ടണമെങ്കിൽ ഈ ബോഡി കാട്ടുന്ന ഇത്രയല്ല കുറച്ചും കൂടി ഉണ്ട്, അത്രയും ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷൻസ് കാണാതെ പഠിക്കണം. അതിൽ ഫസ്റ്റ് ഒരു 10 ക്വാണ്ടിറ്റീസ്, ഫസ്റ്റ് 10 ക്വാണ്ടിറ്റീസിൻ്റെ ഇക്വേഷനും പഠിക്കുക, ഡയമെൻഷനും പഠിക്കുക. ഫോമുല നിങ്ങൾക്ക് അറിയാലോ, ഇല്ലാത്തത് നമ്മൾ റേസ് ടു 0 ഇട്ട് എഴുതിയാൽ മതി. ഈ 2 കോളും ആദ്യത്തെ 10 ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ പവർ വരെയുള്ള ക്വാണ്ടിറ്റീസിൻ്റെ ഡയമെൻഷനും ബൈഹാർട്ട് ചെയ്യുക, ഫോമുലയും ബൈഹാർട്ട് ചെയ്യുക. എക്സാമിന് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രോബ്ലംസ് വേഗം വേഗം ചെയ്യാൻ കിട്ടും. അപ്പം ഏരിയ ആണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ സ്ക്വയറാണ്. വോളിയം ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, ഡയമെൻഷൻ എൽ ക്യൂബ്. ഡെൻസിറ്റി മാസ് പെർ വോളിയം, ഡയമെൻഷൻ എം എൽ റേസ് ടു -3. ഫ്രീക്വൻസി 1/ടൈം ആണ്, ടി റേസ് ടു -1. ഇങ്ങനെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ക്വാണ്ടിറ്റീസിൻ്റെ എല്ലാം ഡയമെൻഷൻസ്, ഡയമെൻഷൻ ഫോമുലാസ് കാണാതെ പഠിക്കാം. ഫ്രാക്ഷൻ ഇട്ടിട്ടുള്ള വാല്യൂ ഇല്ല, അല്ലാത്ത വാല്യൂ കാണാതെ പഠിക്കാം. ദെൻ
അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടുള്ള ക്വാണ്ടിറ്റീസ് strain, modulus of velocity, surface tension, surface energy, velocity gradient, pressure energy, then angular acceleration, radius of gyration, എങ്ങനെ വേവ് ലെങ്ത് വരെയുള്ള ഫസ്റ്റ് 31 ക്വാണ്ടിറ്റീസിൻ്റെ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് 31 ക്വാണ്ടിറ്റീസിൻ്റെ ഇക്വേഷൻസ് മാത്രം പഠിച്ചു വയ്ക്കുക. ഫസ്റ്റ് 10 ക്വാണ്ടിറ്റീസിൻ്റെ ഇക്വേഷൻസും ഡയമെൻഷൻസും പഠിച്ചു വയ്ക്കുക. അപ്പോൾ എവിടെ നോക്കി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ NCERT ടെക്സ്റ്റിൻ്റെ സാറ് നേരത്തെ പറഞ്ഞില്ലേ യൂണിറ്റ് 1 +1 NCERT ടെക്സ്റ്റ് പാർട്ട് 1ൻ്റെ ഏറ്റവും ലാസ്റ്റ് പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഈ ടേബിൾ കൊടുത്തിട്ടുണ്ടാവും. ആ ടേബിളിൽ ഇതേപോലെ ഇതിൻ്റെ ഒരു ഇരട്ടിയും കൂടി ഫോർമുലാസ് ഉണ്ട്. പക്ഷെ അത്രയും നിങ്ങളിപ്പോൾ പഠിക്കേണ്ട. തൽക്കാലം 31 വരെയുള്ള 31 വരെയുള്ള ക്വാണ്ടിറ്റീസും അതിൻ്റെ ഇക്വേഷൻസ് ഇതേ ഓർഡറിൽ തന്നെ എഴുതി പോയേക്കുന്നത്. 31 വരെയുള്ള ക്വാണ്ടിറ്റീസും അതിൻ്റെ ഇക്വേഷൻസും മാത്രം പഠിക്കുക. ആദ്യത്തെ 10 എണ്ണത്തിൻ്റെ ഡയമെൻഷൻസും പഠിക്കണം, ഇക്വേഷൻസും പഠിക്കണം. ഓക്കെ, സോ എന്നിട്ട് നമ്മളിതിലെ പ്രോബ്ലംസ് ചെയ്യുമ്പം കുറച്ചും കൂടി ഈസി ആയിരിക്കും, കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്തു പോകാൻ പറ്റും ഇത് ബൈ ഹാർട്ട് ആണെങ്കിൽ. നൗ അതോടൊപ്പം തന്നെ ഇനി നിങ്ങൾ ഫിസിക്സിൽ കാണാൻ പോകുന്ന, സോ ഇത് നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സാർ ഇത് പറയേണ്ട ആവശ്യമില്ല, പക്ഷെ ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫിസിക്സ് ആക്ച്വലി മോഡേൺ ഫിസിക്സ് ഗ്രീസിലാണ് ഡെവലപ്പ് ആവുന്നത്. മോഡേൺ ഫിസിക്സ് നമ്മൾ ഇന്ന് കാണുന്ന ഫിസിക്സ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് ആൽഫബറ്റ്സ് ഉണ്ടല്ലേ, ABCDEFG, അതേപോലെ മലയാളത്തിലും ഉണ്ട് A, I, E, I, U എന്നൊക്കെ പറയുന്നത് നമ്മൾ ചെറിയ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ലേ, ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ. അതുപോലെ തന്നെ ഗ്രീക്ക് ആൽഫബറ്റ്സ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ ഗ്രീക്ക് ആൽഫബറ്റ്സ് വെച്ചിട്ടാണ് ഫിസിക്സിലെ മാത്സിലെ മോസ്റ്റ് ഓഫ് ദ ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതിൽ കുറേ ആൽഫബറ്റ്സ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പൈ, തീറ്റ, സിഗ്മ ഇതൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇനി കാണാത്ത കുറേ ആൽഫബറ്റ്സ് വരും. അപ്പോൾ നിങ്ങളിത് എന്തോ വലിയ സംഭവമാണെന്നൊന്നും വിചാരിക്കേണ്ട. ജസ്റ്റ് ഗ്രീസിൽ ഇത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഗ്രീക്ക് ആൽഫബറ്റ്സ് യൂസ് ചെയ്തിട്ട് കുറേ ക്വാണ്ടിറ്റീസിനെ റെപ്രസെൻറ്റ് ചെയ്തു. അപ്പം ഇംഗ്ലീഷിൽ സ്മോൾ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററും ഉള്ളപോലെ തന്നെ ഗ്രീക്ക് ആൽഫബറ്റ്സിലും ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ട്. ഇതിലങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അങ്ങനെ അധികം ഒന്നും നിങ്ങൾ യൂസ് ചെയ്യില്ല. വളരെ ചെറിയ ക്വാണ്ടിറ്റീസ് മാത്രം, ചില ക്വാണ്ടിറ്റീസ് മാത്രം ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യും നിങ്ങൾ. ഫോർ എക്സാമ്പിൾ ഈ സിഗ്മ, ക്യാപിറ്റൽ സിഗ്മയും സ്മോൾ ലെറ്റർ സിഗ്മയും നിങ്ങൾ യൂസ് ചെയ്യും. പിന്നെ സിഗ്മ, ഒമേഗയുടെ ക്യാപിറ്റലും സ്മോൾ ലെറ്ററും നിങ്ങൾ യൂസ് ചെയ്യും. പിന്നെ ഓമിക്രോൺ ഇല്ല, ഇത്രയേ ഉള്ളൂ. ഈ 2 ലെറ്ററിന് മാത്രം ക്യാപിറ്റൽ സ്മോൾ യൂസ് ചെയ്യും. ഡെൽറ്റയുടെ ക്യാപിറ്റലും സ്മോളും യൂസ് ചെയ്യും. ബാക്കി എല്ലാവരും നിങ്ങൾ സ്മോൾ ലെറ്റർ യൂസ് ചെയ്യുക. ആൽഫ, ബീറ്റ, ഗാമ, ഡെൽറ്റ, എപ്സിലോൺ, സീറ്റ, ഈറ്റ, തീറ്റ ഇതൊക്കെ നമ്മൾ ഇപ്പം നിങ്ങളിരുന്ന് കാണാതെ പഠിക്കേണ്ട. ഇത് ഇത്രയേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ സ്ലൈഡ് സാറ് വെച്ചത്, ഇൻക്ലൂഡ് ചെയ്തത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇനി നിങ്ങൾ ഓരോ ക്വാണ്ടിറ്റീസ് പഠിക്കുമ്പോൾ ആ ക്വാണ്ടിറ്റീസിന് ഇതിൽ ഓരോ ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അപ്പോൾ ഓർക്കുക, ജസ്റ്റ് ഗ്രീക്ക് ആൽഫബറ്റ്സ് അതിൽ വേറെ കൂടുതലൊന്നുമില്ല. റോ, സിഗ്മ. അപ്പം നിങ്ങൾക്കത് ചില സമയത്ത് നിങ്ങൾക്ക് വായിക്കാൻ കിട്ടൂല, എങ്ങനെ വായിക്കേണ്ടത് കണ്ടോ. ഇത് PSI, സൈ എന്നാണ് വായിക്കുക, സൈ. ഇത് CHI, ചൈ അല്ല, കൈ എന്നാണ് വായിക്കുക, കൈ. ഫൈ, സിലോൺ, ടോ, സിഗ്മ, റോ. സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻ വന്നാൽ ഈ സ്ലൈഡ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അതിന് വേണ്ടിയിട്ട് സാർ ഇൻക്ലൂഡ് ചെയ്താണ് ഈ സ്ലൈഡ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ഡയമെൻഷൻസ് പ്രോഗ്രസ് ചെയ്യുക. ഡയമെൻഷൻ കണ്ടു, ഡയമെൻഷൻ ഫോമുല കണ്ടു. ആൻഡ് അതിൻ്റെ തേർഡ് വെർഷനാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. അപ്പം ഒരു ഫോമുല എന്ന് പറഞ്ഞാൽ അവിടെ മാസ്, ലെങ്ത്, ടൈം 3 ബേസ് ക്വാണ്ടിറ്റീസും ഉണ്ടാവണം. അതിലില്ലാത്ത ക്വാണ്ടിറ്റി നമ്മൾ എന്ത് ചെയ്യും, റേസ് ടു 0 ഇട്ട് എഴുതും. ഈ റേസ് ടു 0 ഇട്ട് എഴുതുന്നതിൻ്റെ കൺവീനിയൻസ് എന്താ, എനിത്തിങ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് 1. റേസ് ടു 0 ഇട്ട് എഴുതുന്നതിൻ്റെ കൺവീനിയൻസ് എന്താ, എന്തിനേയും റേസ് ടു 0 ഇട്ട് എഴുതി കഴിഞ്ഞാൽ അത് എന്താണ്, ആക്ച്വലി 1 ആണ്. അപ്പോൾ m റേസ് ടു 0 L ക്യൂബ് T റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആക്ച്വലി 1 ഇൻറ്റു L ക്യൂബ് ഇൻറ്റു 1 ആണ് എന്ന് പറഞ്ഞത് എന്ത് തന്നെയാണ്, L ക്യൂബ് തന്നെയാണ്. അപ്പോൾ റേസ് ടു 0 ഇട്ട് എഴുതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂവിൽ എന്തുണ്ടാവില്ല, ചേഞ്ച് ഉണ്ടാവില്ല. നൗ എന്താ ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ഡയമെൻഷണൽ ഫോമുലേനെയും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിനെയും കണക്ട് ചെയ്യുന്ന ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഡയമെൻഷണൽ ഇക്വേഷൻ. ആൻ ഇക്വേഷൻ ഒബ്റ്റൈൻഡ് ബൈ ഇക്വേറ്റിംഗ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ഇറ്റ്സ് ഡയമെൻഷണൽ ഫോമുല. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ അതിൻ്റെ ഡയമെൻഷണൽ ഫോമുല വെച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ഇക്വേഷനെയാണ് എന്തെന്ന് വിളിക്കുക, ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. ഇപ്പം വോളിയത്തിൻ്റെ ഡയമെൻഷണൽ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് V ഈസ് ഈക്വൽ ടു m റേസ് ടു 0 L ക്യൂബ് T റേസ് ടു 0. വോളിയത്തിൻ്റെ ഡയമെൻഷൻ ഓഫ് ഫോമുലയും വോളിയവും തമ്മിൽ അതിൻ്റെ ഡയമെൻഷൻ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ, ഇതിനാണ് ഡയമെൻഷണൽ ഇക്വേഷൻ എന്ന് വിളിക്കുക. സിമ്പിളാണ്.
ഡയമെൻഷൻ ഫോമിലേക്ക് ഒരു അതർ സൈഡ് ഉണ്ടാവും, ഒരു ഈക്വൽ ടു സൈഡും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായി ഡയമെൻഷണൽ ഇക്വേഷനായി. സോ അങ്ങനെ ഫോമുലാസിനെ നമുക്ക് ഇക്വേഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. നൗ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ഇനി നോക്കാൻ പോകുന്നത്, ഈ ഡയമെൻഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്? ഡയമെൻഷണൽ അനാലിസിസിൻ്റെ യൂസസ് ആണ് പഠിക്കാൻ പോകുന്നത്. സോ ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്യുന്നത് ഒരു പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്. ആ പ്രിൻസിപ്പിളിനെ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി. പ്രിൻസിപ്പിൾ ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യുന്നത്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ് ഓഫ് എ കറക്റ്റ് ഇക്വേഷൻ ഷുഡ് ബി ദ സെയിം. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഇക്വേഷൻ E ഈക്വൽ ടു mc², ചെറിയ ക്ലാസ് തൊട്ട് കാണുന്ന ഒരു ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ കറക്റ്റ് ആണെങ്കിൽ ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം, ഈ ഇക്വേഷനിലെ ഓരോ ടേം ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇക്വേഷൻ്റെ രണ്ട് സൈഡിലെയും ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇപ്പോൾ ഈ ഇക്വേഷനിൽ രണ്ട് സൈഡിലും ഒരു ടേം വെച്ചിട്ടുള്ളൂ, ലെഫ്റ്റ് സൈഡിൽ E ഉണ്ട്, റൈറ്റ് സൈഡിൽ mc² ഉണ്ട്, ഓരോ ടേം വെച്ചിട്ടുള്ളൂ. സോ ഈ ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ എന്താണ്? സെയിം ആവണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഈ ഇക്വേഷൻ എന്താവുള്ളൂ? ഡയമെൻഷനലി കറക്റ്റ് ആവുള്ളൂ. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടെ നോക്കി. പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ബോത്ത് സൈഡ് ഓഫ് എ കറക്റ്റ് ഇക്വേഷൻ ഷുഡ് ബി ദ സെയിം. ഒരു കറക്റ്റ് ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ബോത്ത് സൈഡിലുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്, ഇതാണ് പഠിക്കേണ്ടത്. ഇനി ഇതിന് ഒരു മീനിങ്ങും കൂടിയുണ്ട്, ഒരു അണ്ടർലൈങ് മീനിങ്ങും കൂടിയുണ്ട്, നിങ്ങൾ പഠിക്കണം. എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചാൽ ഇത് എഴുതണ്ടേ, ബട്ട് ഇതൊന്ന് അറിഞ്ഞിരിക്കുക. The magnitude of physical quantity may be added together or subtracted from one another only if they have the same dimension. ഏതെങ്കിലും രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ക്വാണ്ടിറ്റീൻ്റെ ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പം ഒരു ഇക്വേഷൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ എഴുതാണ്, v² - u² = 2as. ഇതൊരു ഇക്വേഷനാണ്. ഈ ഇക്വേഷനിൽ v²ഉം u²ഉം സബ്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യണമെങ്കിൽ v²ൻ്റെയും u²ൻ്റെയും ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അതാണ് ഈ ഇൻ്റർപ്രിട്ടേഷൻ പറയുന്നത്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫിസിക്കൽ ക്വാണ്ടിറ്റി മേ ബി ആഡഡ് ടുഗദർ ഓർ സബ്സ്ട്രാക്റ്റഡ്. ഏതെങ്കിലും രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആഡ് ചെയ്യുകയോ സബ്സ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ ദേ ഷുഡ് ഹാവ് സെയിം ഡയമെൻഷൻ. അവരുടെ ഡയമെൻഷൻ എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഇവിടെ v² ഡയമെൻഷനും u² ഡയമെൻഷനും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. സോ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റിയുടെ ഒരു അണ്ടർലൈങ് മീനിങ്, അല്ലെങ്കിൽ ഒരു അനദർ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഇതൊന്ന് വായിച്ചു വയ്ക്കുക. നോ ഇത് വെച്ചിട്ട് നമ്മൾ ഈ പഠിച്ച ഡയമെൻഷൻസ് അപ്ലൈ ചെയ്യാൻ പോവാം. ഇതിൻ്റെ അപ്ലിക്കേഷൻസാണ് നോക്കുന്നത്. ഒന്നാമത്തെ അപ്ലിക്കേഷനാണ് ടു ചെക്ക് ദി കറക്റ്റ്നെസ് ഓഫ് എൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റാണോ അല്ലയോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. സോ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യമുണ്ട്, നമ്മൾ അപ്ലിക്കേഷൻ പഠിക്കാം, ബട്ട് ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ഇക്വേഷൻ ഈ അനാലിസിസ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് റോങ് ആണെന്ന് കിട്ടിയെന്ന് വിചാരിക്കുക. ഇക്വേഷൻ കറക്റ്റ് അല്ല എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ അത് കറക്റ്റ് അല്ല, അതൊരു രീതിയിലും കറക്റ്റ് അല്ല, ഒരു ഡൗട്ടും ഇല്ല. ബട്ട് ഈ ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ കറക്റ്റായി എന്ന് കിട്ടുകയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ആക്ച്വലി കറക്റ്റ് ആവണമെന്നില്ല. ആ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റാണ്, ബട്ട് ശരിക്കും എന്താവണമെന്നില്ല? കറക്റ്റ് ആവണമെന്നില്ല. റോങ് ആണെങ്കിൽ ഇറ്റ് ഈസ് റോങ്, എങ്ങനെയൊക്കെ നോക്കിയാലും റോങ് ആണ്. ബട്ട് കറക്റ്റ് ആണെങ്കിൽ ആക്ച്വലി എന്താവണമെന്നില്ല? കറക്റ്റ് ആവണമെന്നില്ല. അതാണ് എഴുതി വെച്ചേക്കുന്നത്. ഇഫ് ആൻ ഇക്വേഷൻ ഫെയിൽസ് ദിസ് കൺസിസ്റ്റൻസി ടെസ്റ്റ് ഇറ്റ് ഈസ് പ്രൂവ്ഡ് റോങ്. ഒരു പ്രശ്നമില്ല, റോങ് ആണ്. ബട്ട് ഇഫ് ഇറ്റ് പാസസ് ഇറ്റ് ഈസ് നോട്ട് പ്രൂവ്ഡ് റൈറ്റ്. അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ, അത് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇത് ആക്ച്വലി റൈറ്റ് ആണെന്നല്ല, അത് ഡയമെൻഷനലി കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇക്വേഷൻ എന്താവണമെന്നില്ല? കറക്റ്റ് ആവണമെന്നില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോട്ട് ചെയ്യണം. റോങ് ആണെങ്കിൽ കംപ്ലീറ്റ്ലി റോങ് ആണ്, ബട്ട് കറക്റ്റ് ആണെങ്കിൽ ഡയമെൻഷനലി കറക്റ്റ് ആവുള്ളൂ, ആക്ച്വലി കറക്റ്റ് അല്ല. അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ക്വാണ്ടിറ്റീസ് ഈസ് നോട്ട് കൺസിഡേർഡ് ഇൻ ഡയമെൻഷണൽ അനാലിസിസ്. ഡയമെൻഷണൽ അനാലിസിസ് നടത്തുന്ന സമയത്ത് ഒരു ക്വാണ്ടിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്, ഒരു ക്വാണ്ടിറ്റി എന്തുമാത്രം ഉണ്ട് എന്ന് നമ്മളിവിടെ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. സോ ഇത് രണ്ടും അഡീഷണൽ നോട്ട്സ് ആയിട്ട് നിങ്ങളൊന്ന് മൈൻഡിൽ വയ്ക്കുക. നൗ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ കറക്റ്റ്നെസ് ചെക്ക് ചെയ്യാൻ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. ഇവിടെ കുറച്ച് അധികം എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്, ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. എല്ലാം ചെയ്ത് നോക്കുന്നില്ല, നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മതി. എല്ലാത്തിനും ഒരു മോഡൽ വെച്ച് സാറ് ചെയ്തു തരാം. സോ ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം, ദീസ് ഗിവൺ ഇക്വേഷൻസ്. സോ ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇക്വേഷൻ ഓഫ് മോഷനിൽ സെക്കൻഡ് ഇക്വേഷനാണ് s = ut + ½ t².
ഇതാണ് ഇക്വേഷൻ. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പം പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പറയുന്നത് എന്താ? അക്കോർഡിംഗ് ടു പ്രിൻസിപ്പിൾ ഹോമോജിനിറ്റി ദ ഡയമെൻഷൻസ് ഓഫ് എവരി ടേം ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇക്വേഷൻ ഷുഡ് ബി ദ സെയിം. സോ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും എത്ര ടേം ഉണ്ടോ, ലെഫ്റ്റ് സൈഡിൽ ഒരു ടേം ഉള്ളൂ, റൈറ്റ് സൈഡിൽ രണ്ട് ടേം ഉണ്ട്. എങ്ങനെ ഇവിടെ രണ്ട് ടേം ഉണ്ടെന്ന് മനസ്സിലായേ? പ്ലസ് അല്ലെങ്കിൽ മൈനസ് വെച്ചിട്ടാണ് ഈ ടേംസിനെ സെപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തും വേറെ വേറെ ടേമാണ്. സോ ഇങ്ങനെ മൂന്ന് ടേം ഉണ്ട്. സോ ദ ഡയമെൻഷൻസ് ഓഫ് എവരി ടേം ഓൺ ഐദർ സൈഡ് ഓഫ് ദി ഇക്വേഷൻ ഷുഡ് ബി ദ സെയിം. രണ്ട് സൈഡിലെയും ഓരോ ടേമിൻ്റെയും എല്ലാ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആയിരിക്കണം. സെയിം ആണോ എന്ന് നോക്കാം. സോ ഇപ്പോൾ ഈ ഇക്വേഷനിലെ എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റാണ്. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്? ഏതെങ്കിലും രണ്ട് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസാണ് എന്ന് പറഞ്ഞാൽ ലെങ്ത്താണ്. സോ എസിൻ്റെ ഡയമെൻഷൻ എന്താ? എൽ. ദെൻ യു ടി. യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റേസ് ടു -1 ഇൻറ്റു ടി. ഇതിൽ ടി റേസ് ടു -1 നിങ്ങളൊന്ന് ഓർക്കണം. ടി റേസ് ടു -1 എന്ന് പറഞ്ഞാൽ 1/t ആണ്. സോ 1/tയും ടിയും ക്യാൻസൽ ചെയ്യും. സോ ടി റേസ് ടു -1ഉം ടിയും ക്യാൻസൽ ചെയ്യും. സോ ബാക്കി എന്ത് മാത്രമേ വരുള്ളൂ? എൽ മാത്രമേ വരുള്ളൂ. സോ ഡയമെൻഷൻ ഓഫ് യു ടി എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലായിരിക്കും. യു ടിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എല്ലായിരിക്കും. യു ടിൻ്റെ ഡയമെൻഷൻ എല്ലായിരിക്കും. നൗ മൂന്നാമതൊരു ടേം കൂടിയുണ്ട്, ഹാഫ് എ ടി സ്ക്വയർ. ഇതിൽ ഹാഫ് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറാണ്, ഒരു കോൺസ്റ്റൻറ്റ് നമ്പറാണ്. ഇതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. സോ നമ്പേഴ്സ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയമെൻഷൻ ഇല്ല. സോ അത് നമ്മളിവിടെ എഴുതേണ്ട ആവശ്യമില്ല. ബാക്കി എന്നുള്ള എ ഫോർ ആക്സിലറേഷൻ. ഫസ്റ്റ് ഞാൻ ആ കാണിച്ച ടേബിളിൽ ആദ്യത്തെ 10 ക്വാണ്ടിറ്റീസിലുള്ളൊരു ടേമാണ്, ക്വാണ്ടിറ്റിയാണ്. സോ അത് കാണാതെ പഠിക്കുന്ന ഡയമെൻഷൻ എൽ ടി റേസ് ടു -2 ആണ് ഇൻറ്റു ടൈമിൻ്റെ ഡയമെൻഷൻ ടി സ്ക്വയർ. സോ ടി റേസ് ടു -2ഉം ടി സ്ക്വയറും ക്യാൻസൽ ആയി കഴിഞ്ഞാൽ അതിൻ്റെയും ഡയമെൻഷൻ എന്ത് വരും? എൽ വരും. സോ എസിൻ്റെ ഡയമെൻഷൻ എൽ, യു ടിയുടെ ഡയമെൻഷൻ എൽ, ഹാഫ് എ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ എൽ. സോ ഓരോ ടേമിൻ്റെ ഡയമെൻഷൻ എന്താ? എല്ലാ. സോ ദ ഗിവൺ ഇക്വേഷൻ എന്താണ്? ഡയമെൻഷനലി കറക്റ്റ് ആണ്. സോ ദ ഗിവൺ ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. കാരണം എന്താ? ഇക്വേഷൻ്റെ ഐദർ സൈഡിൽ ഈച്ച് ടേമിൻ്റെ ഡയമെൻഷൻ എന്താണ്? സെയിം ആണ്. നൗ ഇതേപോലെ അടുത്ത ഇക്വേഷൻ ഒന്ന് നോക്കാം. സോ ഈ അടുത്ത ഇക്വേഷൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ആ ഇക്വേഷനിൽ റൂട്ട് ഉണ്ട്. ടി ഈസ് ഈക്വൽ ടു 2π√L/g. 2π√L/g. സോ ഇങ്ങനെ റൂട്ട് വരുന്ന കേസിൽ എങ്ങനെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യും? സോ സെക്കൻഡ് ഇക്വേഷൻ ഞാനൊന്ന് എഴുതാം. ടി ഈസ് ഈക്വൽ ടു 2π√L/g. ഈ റൂട്ട് വരുന്ന കേസിൽ എങ്ങനെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യും? ചെക്ക് ചെയ്യാനൊരു വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം. ഓൺ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡ്സും എന്ത് ചെയ്യുക? ഒന്ന് സ്ക്വയർ ചെയ്യുക. സോ രണ്ട് സൈഡ്സ് സ്ക്വയർ ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ലെഫ്റ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു, ആൻഡ് റൈറ്റ് സൈഡ് സ്ക്വയർ ചെയ്യുമ്പോൾ 2π√L/g ആണ് അല്ലേ? സോ 2πൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും? 2πൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 4π². റൂട്ടിൻ്റെ സ്ക്വയർ എടുത്താൽ റൂട്ട് ഇല്ലാതെയാവും, L/g എന്ന് വരും. സോ നമുക്കിപ്പം ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓരോ ടേംസ് ഉണ്ട്. ഈ ടേംസിൻ്റെ ഡയമെൻഷൻസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഈ ടേംസിൻ്റെ ഡയമെൻഷൻസ് ചെക്ക് ചെയ്യുമ്പോൾ ടി സ്ക്വയറിൻ്റെ ഡയമെൻഷൻ, ടി എന്ന് പറഞ്ഞാൽ ടൈമാണ്. സോ അതിൻ്റെ ഡയമെൻഷൻ ടി തന്നെയാണ്. ടൈമിൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി സ്ക്വയർ, ഇത് തന്നെയാണ് ഡയമെൻഷൻ. ഇനി 4π²L/gൻ്റെ ഡയമെൻഷൻ നോക്കണം. സാർ നേരത്തെ പറഞ്ഞു നമ്പേഴ്സിന് ഡയമെൻഷൻ ഇല്ല. 4 ഒരു നമ്പറാണ്, ഡയമെൻഷൻ ഇല്ല. പൈ എന്ന് പറഞ്ഞാൽ അതൊരു നമ്പറാണ്. 3.14 അല്ലെങ്കിൽ 22/7 നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ? അതും ഒരു നമ്പറാണ്, അതിനും എന്തില്ല? ഡയമെൻഷൻ ഇല്ല. സോ അത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ലീവ് ചെയ്യുക. ബാക്കി എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത്, ഡയമെൻഷൻ എൽ ഡിവൈഡഡ് ബൈ ജി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയ, അതിൻ്റെ ഡയമെൻഷൻ ആക്സിലറേഷൻ്റെ തന്നെ ഡയമെൻഷനാണ് LT റേസ് ടു -2. നൗ ഈ എല്ലും ക്യാൻസൽ ചെയ്യുക. ടി റേസ് ടു -2 മുകളിലേക്ക് കയറുമ്പോൾ എന്ത് വരും? ടി സ്ക്വയർ വരും. സോ ആദ്യത്തെ ടേമിൻ്റെ ഡയമെൻഷൻ ടി സ്ക്വയർ, രണ്ടാമത്തെ ടേമിൻ്റെ ഡയമെൻഷൻ എന്താ? ടി സ്ക്വയർ. സോ ദ ഗിവൺ ഇക്വേഷൻ എന്താ? ഇറ്റ് ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഗിവൺ ഇക്വേഷൻ ഡയമെൻഷനലി കറക്റ്റ് ആണ്. സോ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പ്രോബ്ലം കിട്ടി.
ഇനി വേണമെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം കൂടി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒരു പ്രോബ്ലം കൂടി, ബാക്കി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ഒരു പ്രോബ്ലം കൂടി കൺസിഡർ ചെയ്യാം. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. ഇതാണ് ഇക്വേഷൻ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു mgh. സോ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഫോം ഓഫ് എനർജിയാണ്. കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വിൻഡ് എനർജി, സോളാർ എനർജി എന്നൊക്കെ പറഞ്ഞാൽ എനർജിയാണ്. എനർജിക്ക് ഒരു കോമൺ ഡയമെൻഷൻ ഉണ്ട്, നമ്മൾ ആ ടേബിളിലുണ്ട്, നിങ്ങൾ നോക്കണം. എനർജിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ml²T⁻² ആണ്. ഇതാണ് എനർജിയുടെ ഡയമെൻഷൻ. അത് പൊട്ടൻഷ്യൽ എനർജി ആയാലും എന്ത് എനർജി ആയാലും സെയിം ഡയമെൻഷനാണ്. ഇനി എന്ത് ചെയ്യുക? രണ്ടാമത്തെ ടേം mgh ആണ്. mghൻ്റെ ഡയമെൻഷൻ നോക്കണം. m മാസ് ആണ്, g എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിൻ്റെ ഡയമെൻഷൻ L⁻². h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെങ്ത് തന്നെയല്ലേ, സോ അതിൻ്റെ ഡയമെൻഷൻ L വരും. സോ L × L ml²T⁻². സോ mghൻ്റെ ഡയമെൻഷനും എനർജിയുടെ ഡയമെൻഷനും എന്താണ്? സെയിം ആണ്. സോ ദ ഗിവൺ ഇക്വേഷൻ എന്താ? ഡയമെൻഷനലി കറക്റ്റ് ആണ്. സോ ഇങ്ങനെ ഏത് ഇക്വേഷനും നമുക്ക് എന്ത് ചെയ്യുക? ഡയമെൻഷനലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. എന്ത് ചെയ്താൽ മതി? നമ്മൾ ആ ഗിവൺ ഇക്വേഷൻസിനെ ഡയമെൻഷൻസിലേക്ക് മാറ്റുക. എന്നിട്ട് ഓരോ ടേമിൻ്റെയും, ഇക്വേഷൻ്റെ ഐദർ സൈഡിലുള്ള ഓരോ ടേമിൻ്റെയും ഡയമെൻഷൻ സെയിം ആണെന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ എത്ര ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്ത് നോക്കുക. സോ ഇതിൽ തന്നേക്കുന്ന എക്സാമ്പിൾസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം, നിങ്ങൾക്ക് പഠിക്കാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇതാണ് ഡയമെൻഷൻ അനാലിസിസിൻ്റെ ഫസ്റ്റ് അപ്ലിക്കേഷൻ, ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഡയമെൻഷണൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. ചെക്കിംഗ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഇക്വേഷൻ. ഇതാണ് ഫസ്റ്റ് അപ്ലിക്കേഷൻ. നൗ രണ്ടാമത്തെ അപ്ലിക്കേഷനാണ് അപ്ലിക്കേഷൻ നമ്പർ 2. എന്താണ്? ഡെഡ്യൂസിങ് റിലേഷൻ എമംഗ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. ഇതാണ് രണ്ടാമത്തെ അപ്ലിക്കേഷൻ. സോ ഇത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും രണ്ടാമത്തെ അപ്ലിക്കേഷൻ. സോ ഇതുവരെ എടുത്ത കാര്യങ്ങൾ, ഫസ്റ്റ് അപ്ലിക്കേഷൻ വരെ ഉള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക? എല്ലാവരും ഒന്ന് പഠിക്കുക, പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ വിന്നേഴ്സായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ സെക്കൻഡ് അപ്ലിക്കേഷൻ നെക്സ്റ്റ് സെഷനിൽ കണ്ടിന്യൂ ചെയ്യും കേട്ടോ.